തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം തിരുവചന പദസാരം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ 185 എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ക്രിസ്മസ് സന്തോഷത്തിലാണ്. ബത്ലഹേമിൽ ജനിച്ച ഈശോ ഈജിപ്ത് വരെ ആ ശിശുവായിരുന്ന അവസ്ഥയിൽ തന്നെ പോകേണ്ടി വന്ന ഈശോ ഒടുവിൽ നസ്രത്ത് വന്ന് താമസിച്ചു എന്നാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. വിശുദ്ധ മത്തായി 2:23 അവൻ നസറായൻ എന്നു വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് നിവൃത്തിയാകുവാൻ നസറത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്നു പാർത്തു. അപ്പോൾ നസറായൻ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടത്രേ. അങ്ങനെ ഒരു കാര്യം പഴയ നിയമത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? നസറായിയോസ്, അവൻ ഇത് ഗ്രീക്കാണല്ലോ. പുതിയ നിയമം മത്തായി 2:23 ഗ്രീക്ക് ഭാഷയിലുള്ളതാണ്. അപ്പോൾ നസറായിയോസ്, നസറായൻ എന്ന് വിളിക്കപ്പെടും. നസറായിയോസ് ക്ലെത്തേസെത്തായി. അങ്ങനെ ഒരു പ്രവചനം പഴയ നിയമത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരിടത്തുമില്ല. അപ്പോൾ പിന്നെ മത്തായിക്ക് തെറ്റുപറ്റിയതാണോ? മലയാള പരിഭാഷയിൽ POC, ഇപ്പോൾ നിലവിലുള്ള POC പരിഭാഷയിൽ സിംഗുലറിലാണ് അത് കൊടുത്തിരിക്കുന്നത്, പ്രവാചകൻ വഴി എന്ന് അല്ലേ. പക്ഷേ ഗ്രീക്കിൽ അങ്ങനെയല്ല, ദിയാത്തോൺ പ്രൊഫെത്തോൺ പ്ലൂരലാണ്, പ്രവാചകന്മാർ വഴി എന്നാണ്. അപ്പോൾ വിശുദ്ധ മത്തായി ഒരു അവ്യക്തത അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലാതെ ഇന്ന പ്രവാചകൻ എന്ന് അവിടെ പറയുന്നില്ല എന്ന് വ്യക്തം. അപ്പോൾ എന്താണ് സാധ്യത? നസറായിയോസ് അഥവാ നസറായൻ എന്നവൻ വിളിക്കപ്പെടും. അതുകൊണ്ട് നസറത്ത് താമസിച്ചതുകൊണ്ട് നസറായൻ എന്ന് വിളിക്കപ്പെടും. ഈ ഒരു ചോദ്യം എന്തുകൊണ്ടാണ് പഴയ നിയമത്തിലൊന്നും ഇല്ലാത്ത ഇത്തരത്തിലുള്ള ഒരു പ്രവചനത്തെക്കുറിച്ച് ഇവിടെ പരാമർശം എന്നൊരു ചോദ്യം പൊതുവെ ഉയരാറുണ്ട്. അതിന് ഉള്ള ഒന്നാമത്തെ മറുപടി, ചിലർ നൽകുന്ന മറുപടി, അത് നാസീർ വ്രതം. നാസീർ വ്രതം നിങ്ങൾക്കറിയാമല്ലോ, പഴയ നിയമത്തിൽ പലയിടത്തും നമുക്ക് നാസീർ വ്രതക്കാരെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നാസീർ വ്രതക്കാർ, അപ്പോൾ യേശു നാസീർ വ്രതം എടുത്തിരുന്നവനാണെന്നും അങ്ങനെ നസറത്തെ താമസം നാസീർ വ്രതവുമായി ബന്ധപ്പെട്ടതാണെന്നും, അപ്പോൾ നസറായൻ എന്ന അർത്ഥത്തിലല്ല മറിച്ച് നാസീർ വ്രതക്കാരൻ എന്ന അർത്ഥത്തിലാണെന്നും ചിലർ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ കൺവിൻസിംഗ് ആയിട്ടുള്ള മറ്റൊരു ആർഗ്യുമെൻ്റുണ്ട്. അത് ഹീബ്രു ഭാഷയിലെ നെറ്റ്സർ എന്ന പദമാണ്. എന്താണ് നെറ്റ്സർ എന്ന പദത്തിൻ്റെ അർത്ഥം? മുള അഥവാ ശാഖ എന്നതാണ്. നോക്കൂ, യെശയ്യാ പ്രവാചകൻ 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്ന് ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. ഇവിടെ ഈ ശാഖ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ നെറ്റ്സർ എന്ന നാമ പദത്തെ പരിഭാഷപ്പെടുത്തുന്നതായിട്ടാണ്
ആ വാക്കുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ മാത്രമല്ല, ഏഷ്യ 11:1 മാത്രമല്ല, ഏഷ്യ 60:21, ദാനിയൽ 11:7 ഒക്കെ നമുക്ക് നെത്സർ പ്രയോഗം കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു മെസയാനിക പ്രോഫസിയാണ് ഏത്? നെത്സർ, ശാഖ അഥവാ മുള. ജസ്സയുടെ കുറ്റിയിൽ നിന്നുള്ള മുള, അവൻ്റെ വേരിൽ നിന്നുള്ള ശാഖ. അങ്ങനെ വരുമ്പോൾ നസറായിയോസ് എന്നതിനേക്കാൾ ഒരുപക്ഷെ ഈ നെത്സർ എന്നുള്ളതിൻ്റെ ഒരു ഗ്രീക്ക് പ്രയോഗം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ കാണാവുന്നതാണ്. പക്ഷേ നസറത്ത് എന്നുള്ള സ്ഥലനാമവുമായി ബന്ധപ്പെടുത്താനുള്ള സുവിശേഷകൻ്റെ ഒരു ശ്രമം. അപ്പോൾ നമ്മൾ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മൾ ജസ്സയുടെ കുറ്റിയിൽ നിന്ന് കിളിർത്തുവന്ന മുളയെ, ജസ്സയുടെ വേരുകളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ശാഖയെ, കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ സ്നേഹത്തോടെ അനുസ്മരിക്കുന്ന, അവിടുത്തെ ജനനം അനുസ്മരിക്കുന്ന ഈ ദിനങ്ങളിൽ ഇതാ നെത്സർ, മുള അഥവാ ശാഖ, ആ ഒരു പദവുമായി ബന്ധമുള്ള ഒരു സ്ഥലനാമം നസറത്ത്. അങ്ങനെ ഇവിടെ നസറായൻ എന്ന് വിളിക്കപ്പെടും എന്നതിനേക്കാൾ നമുക്ക് നെത്സർ അഥവാ മെസയാനിക പ്രവചനം പൂർത്തിയാക്കുന്നവൻ എന്ന ഒരു ധ്വനി വരുത്താനുള്ള ശ്രമമായി ഇതിനെ കാണാവുന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹത്തോടെ നേരുന്നു. ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് നമസ്കാരം. വചനപദസാരം, തിരുവചനപദസാരം, തിരുവചനപദസാരം, തിരുവചനപദസാരം.